ഞാൻ സഫീദ് ഇസ്മായിൽ. ഈ അടുത്ത് മാധ്യമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ കവിത ശ്രീ ബൈജു റോക്കിയുടെ കവിതാ ടാക്കീസിൽ പങ്കുവയ്ക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കവിത ഞാൻ എന്നോട് തന്നെ നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങളുടെ മിനിമൽ വാചകങ്ങളാണ്. അതിനുള്ളിൽ നിഗൂഢവും ഇരുണ്ടതുമായ ഒരിടം കണ്ടെത്തി സ്വയം ഒളിക്കാറാണ് പതിവ്. ചിലപ്പോഴെങ്കിലും ഈ കവിതയും വ്യത്യസ്തമല്ല. കവിത ഞാൻ വായിക്കാം. പന്ത് തട്ടുമ്പോൾ ഞാൻ യേശുവിനെ ഓർക്കുന്നു. പന്ത് തട്ടുമ്പോൾ ഞാൻ യേശുവിനെ ഓർക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല. ചില പേരുകൾ മനുഷ്യരുടെ ഉള്ളിൽ മഴ പോലെ കയറി താമസിക്കും. ചില പേരുകൾ മനുഷ്യരുടെ ഉള്ളിൽ മഴ പോലെ കയറി താമസിക്കും. ഞങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ടിൽ പുല്ല് കുറവാണ്, പൊടിയാണ് കൂടുതൽ. ഓരോ ടാക്കിളിന് ശേഷവും ആരെങ്കിലും വീഴും, ഒരു ചെറു കുരിശുമരണം പോലെ. പക്ഷെ ഗ്രൗണ്ടിൻ്റെ സുവിശേഷത്തിൽ 3-ാം ദിവസം കാത്തിരിക്കേണ്ടതില്ല. ഒരു കൈമതി എഴുന്നേൽക്കാൻ. അപ്പോൾ എനിക്ക് സുവിശേഷത്തിലെ ഒരു വാക്യം പോലും ഓർമ്മ വരില്ല. പക്ഷെ യേശു വരും. അയാൾ ഒരു മതത്തിൽ നിന്നല്ല വരുന്നത്, ഒരു കയ്യിൽ നിന്നും. മണ്ണ് പറ്റിയ കൈകൊണ്ട് മറ്റൊരാളെ ഉയർത്തുന്ന ആ നിമിഷത്തിൽ നിന്ന്. ഗോൾ പോസ്റ്റുകൾക്കിടയിൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഗോളിൽ നിന്നോ, ഏകാന്തതയിൽ നിന്നോ, സ്വന്തം ജീവിതത്തിൽ നിന്നോ പന്ത് വീണ്ടും എൻ്റെ കാലിലെത്തുന്നു. ഞാൻ ട്രിപ്പിൾ ചെയ്യുന്നു. ഒരു നിമിഷം ലോകം വളരെ ലളിതമാകുന്നു. ഒരു പന്ത്, ചില മനുഷ്യർ, മങ്ങിത്തുടങ്ങുന്ന വെളിച്ചം. ആ നിമിഷങ്ങളിൽ ചരിത്രത്തിലെ എല്ലാ കുരിശുകളും വെറും 2 മരക്കൊമ്പുകളായി മാറുന്നു. എല്ലാ പുനരുദ്ധാനങ്ങളും വീണുപോയ ഒരാൾ വീണ്ടും എഴുന്നേൽക്കുന്നതായി ചുരുങ്ങുന്നു. കളി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുന്നു. ഇരുട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഒരുപക്ഷെ ദൈവം സ്വർഗത്തിലല്ല, മനുഷ്യർ പരസ്പരം പാസ് കൊടുക്കാൻ പഠിക്കുന്നിടത്താണ്. വീണവനെ ഒറ്റയ്ക്ക് വിട്ടുപോകാത്തിടത്താണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഒരുപക്ഷെ ദൈവം സ്വർഗത്തിലല്ല, മനുഷ്യർ പരസ്പരം പാസ് കൊടുക്കാൻ പഠിക്കുന്നിടത്താണ്. വീണവനെ ഒറ്റയ്ക്ക് വിട്ടുപോകാത്തിടത്താണ്. പന്ത് തട്ടുമ്പോൾ ഞാൻ യേശുവിനെ ഓർക്കുന്നത് അതുകൊണ്ടാവാം.